ഏവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഓയൂർ സെൻറ് തോമസ് മാർത്തോമാ ചർച്ച് യുവജന സഖ്യം സുഹൃതവചനം പരിപാടിയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തിയതിന് ബഹുമാനപ്പെട്ട അച്ഛനോട് മറ്റു പ്രിയപ്പെട്ടവരോടൊക്കെയുള്ള സ്നേഹം ആദ്യമേ തന്നെ അറിയിക്കട്ടെ. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നമുക്ക് അല്പസമയം ചിന്തിക്കാം. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക. അപ്പോൾ സാധാരണഗതിയിലിരിക്കുന്ന അവസ്ഥയിൽ നിന്നാണ് ആൾക്കാർ എഴുന്നേൽക്കുന്നത്, അല്ലെങ്കിൽ കിടക്കുന്ന അവസ്ഥയിൽ നിന്നാണ് ആൾക്കാർ എഴുന്നേൽക്കുന്നത്. അപ്പോൾ എഴുന്നേറ്റ് പ്രകാശിക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അപ്പോൾ ഇരിക്കുക അല്ലെങ്കിൽ കിടക്കുക എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം വരുമ്പോൾ യഹോവയുടെ പ്രകാശം നിന്റെ മേൽ ഉദിക്കും. നീ ആയിരിക്കുന്ന അവസ്ഥ എന്തായിരുന്നാലും ആ അവസ്ഥയിൽ നിന്ന് ദൈവഭാഗത്തേക്ക് വരുമ്പോൾ നിന്റെ മേൽ യഹോവയുടെ പ്രകാശം ഉദിക്കും. അവിടെ യെശയ്യാ പ്രവാചകൻ പറയുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു എന്ന് പറയുന്നത്. നമുക്കറിയാം, ആദിമ മാതാപിതാക്കളായ ആദമും ഹൗവയും കൽപ്പനാ ലംഘനത്തിലൂടെ പാപത്തിലേക്ക് വീണു. അവർ പാപത്തിലേക്ക് വീണത് മൂലം മനുഷ്യകുലം മുഴുവൻ പാപത്തില് അധീനരായി തീർന്നു. ഈ പാപത്തിൽ വീണ മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കാൽവറി ക്രൂശിൽ യേശു യാഗമായി തീർന്നത്. ഇവിടെ ഈ പാപത്തിൽ വീണുപോയ മനുഷ്യൻ രൂപാന്തരപ്പെട്ട് അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് അനുതപിച്ച് ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ, ദൈവമാർഗത്തിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ അവിടെ അവൻ്റെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കും. അവിടെ പറയുന്നു എഴുന്നേറ്റ് പ്രകാശിക്ക എന്ന് പറയുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. ഉറങ്ങുന്നവനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രഭാതത്തിൽ കൂടെ അല്ലെ സൂര്യൻ ഉദിച്ചു വരുന്നത് വരെ കിടന്ന് ഉറങ്ങുന്നു എന്ന അർത്ഥത്തിലല്ല ഇവിടെ ഉറങ്ങുന്നവനെ എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ആത്മീയമായി ഉറങ്ങുന്നവനെ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. ഇവിടെ മരിച്ചവർ എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? ബൈബിളിൽ ഇങ്ങനെ തന്നെ പലയിടത്തും നമ്മൾ ഓരോ ബൈബിൾ പറയുന്നുണ്ട്. ഒരാളോട് യേശു പറയുന്നുണ്ട്, നീ എൻ്റെ ശിഷ്യനായി വരിക എന്ന് പറയുന്നുണ്ട്, എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ തിരിച്ച് യേശുവിനോട് പറയുന്ന ഒരു മറുപടിയുണ്ട്, എൻ്റെ അപ്പനെ അടക്കം ചെയ്തിട്ട് വരട്ടെ എന്ന്. അപ്പോൾ യേശു തിരിച്ച് അയാളോട് പറയുന്ന ഒരു മറുപടിയുണ്ട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും തോന്നുന്ന ഒരു ചിന്തയുണ്ട്, യേശു ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചിട്ട് അയാളെ അടക്കാൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ എന്ന്. അവിടെ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആത്മീയമായി മരിച്ചവരുടെ മരപ്പിനെയാണ് അവിടെ മരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഭൗമികമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഫിസിക്കൽ ഡെത്തിനെ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ആത്മീയമായി മരിക്കാം. മനുഷ്യർ പലപ്പോഴും മരിക്കാറുണ്ട്. സമ്പത്തെന്ന ഒരു പ്രശ്നത്തിൽ തട്ടി പലപ്പോഴും ആൾക്കാർ മരിക്കാറുണ്ട്. പാരമ്പര്യത്തിൽ തട്ടി മരിക്കാറുണ്ട്. അല്ലെങ്കിൽ വിഗ്രഹാരാധന എന്ന് പറയുന്ന ശക്തിയിൽ തട്ടി അല്ലെ വിഗ്രഹാരാധനയിൽ തട്ടി മരിക്കാറുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിലെ പാപങ്ങളിൽ തട്ടി മരിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ആത്മീയമായി മരണം പ്രാപിക്കാറുണ്ട്. ഈ ആത്മീയ മരണം പ്രാപിച്ചാൽ ജീവിതത്തിലേക്ക് നിത്യതയിലേക്ക് മനുഷ്യനെ എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല. ഈ ആത്മീയ മരണം പ്രാപിച്ച മനുഷ്യൻ്റെ മുകളിൽ യഹോവയുടെ സാന്നിധ്യം പ്രകാശിക്കുകയില്ല. അവിടെ അവനോട് എഴുന്നേറ്റ് പ്രകാശിക്കുക എന്ന് പറയാൻ സാധിക്കുകയില്ല. ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ രൂപാന്തരപ്പെടാൻ തയ്യാറാവണം. നമ്മളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരണം. എല്ലാവരും നോമ്പ് നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം വെടിഞ്ഞിരുന്നിട്ടോ കുറച്ച് നാളുകൾ വചനം കേട്ടതുകൊണ്ട് മാത്രം നമ്മൾ ക്രിസ്തുവിൻ്റെ അനുകാരികളായി തീരുന്നില്ല. ഓരോ നോമ്പും ക്രിസ്ത്യൻ്റെ അനുകാരികളായി നമ്മൾ മാറുന്നതിന് ഉതകുന്നതായിരിക്കണം. ഈ നാളുകളിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, യേശുവുമായി നമുക്ക് എന്ത് തരത്തിലുള്ള ബന്ധമാണുള്ളത്? അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ചോദിക്കാം, ഹൂ ഈസ് ജീസസ് ടു യു? അല്ലെങ്കിൽ നമ്മളോട് തന്നെ ചോദിക്കാം, ഹൂ ഈസ് ജീസസ് ടു മീ? എന്നോ സംബന്ധിച്ചിടത്തോളം എനിക്ക് യേശു ആരാണ്? അല്ലെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, നിനക്ക് യേശു ആരാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ ഗ്രഹിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശുവിനെ കുറിച്ച് ധാരാളം നമുക്കറിയാം. വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുവിനെ കുറിച്ച് പറയുന്നതൊക്കെ നമ്മൾ സമർത്ഥമായി പലപ്പോഴും വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. യേശു കാനാവിൽ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് നമുക്കറിയാം. യേശു കാൽവറി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റത് നമുക്കറിയാം.
കുഷ്ഠനെയും കുരുടനെയും ഒക്കെ യേശു സൗഖ്യമാക്കിയത് നമുക്കറിയാം. യേശു പലർക്കും വിടുതൽ നൽകിയത് നമുക്കറിയാം. ലാസറിനെ ഉയർപ്പിച്ചത് നമുക്കറിയാം. ഇതെല്ലാം യേശുവിനെ കുറിച്ചുള്ള അറിവുകളാണ്. ഈ അറിവുകൾ കൊണ്ട് ഒരാളും രക്ഷപ്പെടുന്നില്ല. അറിവുകളല്ല വേണ്ടത്. യേശുവുമായി നല്ല ഒരു റിലേഷനാണ് വേണ്ടത്, ഒരു ബോണ്ടാണ് വേണ്ടത്, ഒരു ബന്ധമാണ് വേണ്ടത്. ഇത്തരത്തിലൊരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും യേശു ക്രിസ്തുവുമായി ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുവാനും നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായി യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാനും ആശ്രയിക്കാനും അതിലൂടെ നമ്മുടെ ജീവിതം നയിക്കാനും നമുക്ക് ഈ നോമ്പുകാലത്ത് സാധിച്ചാൽ, അപ്പോൾ യെശയ്യാവ് പറയുന്ന സാക്ഷ്യം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാകും. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അതെ, നിന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ക്രിസ്തുവാകുന്ന പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു എന്ന് ആ അനുഭവത്തിൽ ജീവിച്ചു മുന്നേറുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.